ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഷോർട്ട് വീഡിയോസായിട്ട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതല്ലാതെ ലോങ് വീഡിയോ, നമ്മുടെ ക്ലീനിങ് വീഡിയോസൊന്നും കുറച്ച് ദിവസമായിട്ട് ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ ക്ലീനിങ് ആണ് കേട്ടോ. വിഷുവിനി നാളെയും കൂടി ഉള്ളൂ, മറ്റന്നാൾ വിഷു ആണ്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ക്ലീനിങ് ചെയ്തിട്ട് ഇന്ന് തന്നെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എഡിറ്റൊക്കെ ചെയ്യുന്നതും. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം നമ്മൾ വീട്ടിലില്ലായിരുന്നു കേട്ടോ. പക്ഷേ അതുകൊണ്ടാണ് ഓരോ റൂമും ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാഞ്ഞത്. ഇനിയിപ്പം അതിനുള്ള സമയമില്ല, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനേ ഉള്ള സമയമേ ഉള്ളൂ. നാളെ ഒറ്റ ദിവസമേ ഉള്ളൂ നമുക്കിനി വിഷുവിന്. അപ്പോൾ അതിനു മുമ്പ് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പറക്കി ഒതുക്കി തൂത്തുവാരി തുടച്ച് ഇടണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തിരി അധികം ഉണ്ടായിരുന്നു. പിന്നെ ഈ മടക്കുന്നതെല്ലാം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കഴുകി ഇട്ടിരുന്ന തുണികളാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേനും ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് തന്നെ ഒന്ന് മടക്കി വെച്ചാൽ മാത്രമേ ആ റൂമൊന്ന് ക്ലീൻ ആക്കാനായിട്ട് പറ്റൂ. അങ്ങനെ വീട്ടിൽ പോയതിൻ്റെ ഉദ്ദേശവും വേറെ ഒന്നുമല്ല. വീട്ടിൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. നമ്മുടെ പള്ളിക്കൽ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ലാസ്റ്റ് ഡേ 10-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 9-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി കേട്ടോ. പിന്നെ ഞായറാഴ്ചയാണ് തിരിച്ചു വന്നത്. ഞായറാഴ്ച രാത്രിയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നിതാ തിങ്കളായി, ചൊവ്വ, ബുധനാഴ്ച നമ്മുടെ വിഷു. അപ്പം അതിന് മുമ്പിട്ട് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യണം. വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ ഓരോരോ വീഡിയോസായിട്ട് ഓരോ റൂമും ക്ലീൻ ചെയ്യുന്ന വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാമായിരുന്നു. ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു ലെങ്തി വീഡിയോ. ഇന്നതാ 20 മിനിറ്റിൽ കൂടുതലുണ്ട് നമ്മുടെ ലോങ് വീഡിയോ. അപ്പോൾ പലരും പറയുന്ന സ്പീഡ് കുറയ്ക്കണം, കുറച്ചുകൂടെ ലെങ്തി വീഡിയോ ആക്കണം എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്. പക്ഷേ അത് കാണുന്നവർക്ക് ബോറടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ലെങ്ത് കുറച്ചിടുന്നത്. അപ്പോൾ സ്പീഡ് കുറച്ചിടുമ്പോഴത്തേനും ലെങ്ത് കൂടും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാണുന്നത് തന്നെ പിന്നെയും കാണുമ്പോൾ ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ റൂമാണ് ഫസ്റ്റ് ഒതുക്കി പറക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുപോയ തുണികളും എല്ലാം കൊണ്ടുവന്നത് നനയ്ക്കാനുള്ളത് വേറെ, നനയ്ക്കേണ്ടാത്ത മടക്കി വെക്കേണ്ടത് വേറെ, അങ്ങനെ കുറേ. പിന്നെ നീലൂസിൻ്റെ കളിപ്പാട്ടങ്ങൾ കുറേ ഉണ്ട്. അമ്പലത്തിൽ പോയപ്പോൾ, ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച കളിപ്പാട്ടങ്ങൾ, പിന്നെ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങൾ, അതെല്ലാം ഓരോന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാഗെല്ലാം ചേട്ടായി ഇന്നലെ തന്നെ എല്ലാം പറക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടായിയുടെ വേറൊരു ബാഗിലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒതുക്കി പറക്കി ചേട്ടായി വെച്ചിട്ടാണ് ഇന്ന് രാവിലെ ജോലിക്ക് പോയേക്കുന്നത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പറക്കി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. തുണികൾ വീട്ടിൽ നിന്ന് കഴുകി തന്നെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇട്ടുകൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇനി നനയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് കർച്ചീഫുകളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ 2 ബെഡ്റൂമിലും കിടക്കുന്ന ബെഡ്ഷീറ്റും തലയണ കവറും എല്ലാം ഇന്ന് മാറ്റി കഴുകി വേറെ വിരിക്കണം. കഴുകുന്നതിന് നാളെ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടയ്ക്കുന്നതും തൂക്കുന്നതും ഒക്കെ ഫുള്ള് ഇന്നാക്കിയിട്ട് നാളെ നനയ്ക്കാനങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നതാ ബെഡേ കിടന്ന ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. തലയണ കവറ് പുതിയത് ഒരെണ്ണം ഇരിപ്പുണ്ട്. 2 സെറ്റിൻ്റെ ഒരു സെറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് സെറ്റാക്കി ഇടണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വിഷുവിന് നിങ്ങളെല്ലാവരുടെയും പ്രിപ്പറേഷൻസൊക്കെ റെഡി ആയോ? വിഷു എല്ലാം കാര്യങ്ങളുമൊക്കെ ഒരുക്കിയോ? വീടെല്ലാം ക്ലീൻ ചെയ്തോ? പറയണം കേട്ടോ നിങ്ങളും. അപ്പോൾ ഞാൻ ഇന്നാണ് നമ്മുടെ ക്ലീനിങ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ഇല്ലെങ്കിൽ എന്നേ ഇതൊക്കെ ചെയ്ത് തീർക്കേണ്ട സമയം കഴിഞ്ഞ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വെപ്രാളം പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. ഇത്രയും ടയേർഡാവത്തുമില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിന്നെ പൊടി നമുക്ക് ഉള്ളതാ, എത്ര തൂത്താലും നല്ല രീതിക്ക് പൊടി വരും. അപ്പോൾ ഈ ജനലിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. ജനൽ തുടച്ചിട്ട് ഒരു 2 ആഴ്ച കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച്
കർട്ടൻ ഞാൻ മാറ്റുന്നില്ല. കർട്ടനിൽ വലിയ കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അതിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് അലക്കാൻ. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് തുണികൾ നനയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ ബെഡ്ഷീറ്റ് കുറേ എണ്ണമുണ്ട്. അതെല്ലാം കൂടെ എടുത്തിട്ട് നനയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്നൊന്നും തീരത്തില്ല. അതുകൊണ്ട് തുണി നനയെല്ലാം ഞാൻ നാളത്തേനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ചവിട്ടികൾ നനയ്ക്കാനുണ്ട്, 2-3 ചവിട്ടികൾ നനയ്ക്കാനുണ്ട്. അപ്പോൾ ജനലിൻ്റെ പാളികളും ജനലിൻ്റെ കതകും എല്ലാം ഒന്ന് തുടച്ച്, വെള്ളം നനച്ച് തുടയ്ക്കുന്നില്ല കേട്ടോ. നമ്മുടെ നനയ്ക്കാനുള്ള ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ. നനച്ച് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് ഇന്ന് നടക്കത്തില്ല. ഞാൻ മടുത്തു പോവും. മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ തോന്നത്തേയില്ല. അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. നനച്ചൊക്കെ നമുക്ക് സമാധാനത്തിൽ ഓരോ റൂമും സെപ്പറേറ്റ് തുടയ്ക്കുന്ന സമയത്ത് ജനൽപ്പാളികളൊക്കെ ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ. നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് തുടച്ച് പൊടി മാത്രം അടിച്ചൊന്ന് വിടുന്നതേ ഉള്ളൂ. പിന്നെ തറ വെള്ളം നനച്ച് തുടയ്ക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പം എടുത്ത സാധനങ്ങളെല്ലാം അടുക്കി പറക്കി തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ണാടി പഴയ ഒരു കണ്ണാടി കേട്ടോ. അതെല്ലാം പോയിരിക്കുക, താഴെ വീഴാതിരിക്കണേ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ അതും കൂടി ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഈ സൈഡിലായിട്ട്, നമ്മുടെ റൂമിൽ തന്നെയാണ് കേട്ടോ ഇത്, സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങൾ ചേട്ടായിയുടെ വർക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് സാമ്പിളുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറേ തുണിയും കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോയ 2 ബാഗും അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി, കുറച്ച് തോർത്തുകൾ, പിന്നെ ചേട്ടായിയുടെ കുറച്ച് തുണികൾ, അതെല്ലാം ഒന്ന് മാറ്റി അവിടെ ആ പേസ്റ്റ് ബോർഡ് മാറ്റിയിട്ട് ഞാൻ തൂക്കുന്നില്ല. കാരണം അത് വലിച്ച് നീക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല, കുറച്ച് വെയിറ്റുള്ള കാര്യം കേട്ടോ അത്. കുറച്ച് ബുക്കുകളും ഡയറികളും സാമ്പിൾ മരുന്നും ഒക്കെയാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത്. അപ്പോൾ അത് തുണികളും നമ്മുടെ ഹെൽമെറ്റെല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലോട്ടാണ് വയ്ക്കുന്നത്. എൻ്റെയും നീലൂട്ടൻ്റെ ഹെൽമെറ്റ് പിന്നെ എന്നും വേണ്ടാത്തത് കൊണ്ട് അത് ഇവിടെ ആയിട്ട് വയ്ക്കും. ചേട്ടായിയുടെ പിന്നെ എന്നും വേണമല്ലോ, വണ്ടിയിൽ തന്നെ വെച്ചേക്കും. അങ്ങനെ അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് നമ്മുടെ ഹാളിലോട്ട് വന്നു. ഹാളിൽ TV ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ജനൽ അങ്ങനെ തുറക്കാറില്ല കേട്ടോ. TV ഇരിക്കുന്നത് കൊണ്ടും, പിന്നെ TVയുടെ എല്ലാ സാധനങ്ങളും, വൈഫൈയുടെ സാധനങ്ങളും, കേബിളിൻ്റെ സാധനങ്ങളും, പിന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ സംഭവങ്ങളും എല്ലാം, വയറുകളും എല്ലാം ഈ ജനലിൽ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ആ ജനൽ അങ്ങനെ തുറക്കാറില്ല. അവിടെ എന്തായാലും അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ തൂക്കുന്നതും എല്ലാം അങ്ങോട്ടായിരിക്കും അടിക്കുന്നത്. എന്താ ഇങ്ങനെ ഇത്രയും പൊടി വരാനുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രീതിക്ക് പൊടിയുണ്ടായിരുന്നു. അവിടെ എല്ലാം പൊടിയടിച്ചതിന് ശേഷം ഞാൻ നേരെ നീലൂട്ടൻ്റെ റൂമിലോട്ട് വന്നു. നീലൂട്ടൻ്റെ റൂമാണെങ്കിൽ ഒരു നല്ല കോലത്തിൽ കിടക്കുമായിരുന്നു. എല്ലാം ഇങ്ങനെ വാരി, കുറേ അധികം കളിപ്പാട്ട കാറുകളുണ്ട് കേട്ടോ. അതെല്ലാം കൊണ്ടുവന്ന് ഈ കട്ടിലിൽ ഇങ്ങനെ വലിച്ച് നിരത്തി അങ്ങിടും. പിന്നെ കുറേ ബുക്കുകൾ, വേണ്ട ഇല്ലാത്ത സാധനങ്ങളില്ല അതിനകത്ത്. പിന്നെ ആ ഒരു ജനലൊന്ന് തുറന്നിട്ടിട്ട് ജനലും ഒന്ന് തുടച്ചു, പൊടിയടിച്ച് വേറൊരു തുണി എടുത്തിട്ട് ആ ജനലും കൂടി ഒന്ന് പൊടിയടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെന്നറിയാം. കഴിഞ്ഞ എൻ്റെ ക്ലീനിങ് വീഡിയോയ്ക്ക് ഇതിന് തൊട്ട് മുമ്പിട്ട നമ്മുടെ ലോങ് വീഡിയോ ക്ലീനിങ് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഓരോ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അതിനുള്ള സാവകാശമില്ല. വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ഈ ഒരു ക്ലീനിങ് വീഡിയോ മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി ഒരു റിക്വസ്റ്റഡ് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ ചെയ്യുന്നതായിരിക്കും, മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നീലൂട്ടൻ്റെ വണ്ടികളാണ് ഈ വീട് മൊത്തം, ഈ റൂം മൊത്തം. പിന്നെ നീലൂട്ടന് കിട്ടിയ ഒരു പ്രൈസുണ്ട്. പിന്നെ സ്ലേറ്റ്, ബാറ്റ് എല്ലാം ഈ ഒരു മുറിയിലാണ് കേട്ടോ. നീലൂട്ടൻ്റെ സാധന സാമഗ്രികളെല്ലാം ഈ ഒരു റൂമിലാണ്. അതുമാത്രമല്ല, ഇവിടുന്ന് കുറച്ചൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമൊക്കെ വരാറുണ്ട് കേട്ടോ. അത് ഈ കളിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോകും, പിന്നെ അതവിടെ വെച്ചേക്കും. പിന്നെ ഞാൻ പറക്കി ഇപ്പുറത്ത് കൊണ്ടുവരും. അങ്ങനെ ഈ ഒരു ബെഡ് കിടക്കുന്നുണ്ടോ, ബെഡിൽ നിറയെ പാവക്കുട്ടികളാണ്. പിന്നെ കുറേ ബുക്കുകൾ, ചേട്ടായിയുടെ കുറേ ബുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാരി ഇവൻ കളിക്കാനെടുക്കുമ്പം
ബെഡേ കൊണ്ടുവന്ന് നിരത്തി വെച്ച് കളിക്കും. പിന്നെ അതവിടെ കളഞ്ഞിട്ടങ്ങ് പോവും. അങ്ങനെ ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് മാറ്റണം. ഇവിടുത്തെയും ബെഡ്ഷീറ്റെല്ലാം മാറ്റണം. കുറച്ച് 1 മാസമായെന്ന് തോന്നുന്നു ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി കഴുകാനിടണം. നല്ല പൊടി കാണും, നല്ല പൊടിയും അഴുക്കും ഒക്കെ കാണും. സോപ്പ് പൊടിയിൽ മുക്കി ഒലച്ച് നനച്ചെടുത്താലേ പറ്റൂ. ഈ ഒരു റെഡ് ബെഡ്ഷീറ്റ് കണ്ടോ ഞാൻ എടുത്തിട്ടത്, അതാണെങ്കിൽ വെള്ളം നനഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ് അതിന്. അതെടുത്ത് പിഴിയണമെങ്കിൽ 2-3 പേര് വേണം. പിന്നെ ഞാൻ വല്ലച്ചാതി എങ്ങനെയെങ്കിലുമൊക്കെ പിഴിഞ്ഞ് ഒക്കെ എടുക്കും കേട്ടോ. ഞാൻ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് ഒലച്ച് പിഴിഞ്ഞെടുക്കും കേട്ടോ. 2-3 വെള്ളം ഒലച്ച് പിഴിഞ്ഞങ്ങ് എടുക്കും. അല്ലാതെ നമ്മൾ സാധാ ചെറിയ തുണികളൊക്കെ നനയ്ക്കുന്ന പോലെ കല്ലിലിട്ട് നനയ്ക്കാനൊന്നും എനിക്കത് പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വെയിറ്റാണ് അതിന് വെള്ളം നനയ്ക്കുമ്പം. പിന്നെ അവിടുത്തെ 2 തലയണയുടെയും കവറൊക്കെ മാറ്റിയിട്ട് വേറെ കവറിട്ട് കൊടുത്തു. ഇത് 2 തലയണ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പഴയ തലയണയാണ് കിടക്കുന്നത്. അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പുതിയത് നല്ലത് മാത്രം 2 ഇവിടെയും 2 അപ്പുറത്തെ റൂമിലും ഇട്ടിട്ട് ബാക്കി എല്ലാം എടുത്ത് അലമാരിക്കകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യത്തിന് വേണമെങ്കിൽ അത് കവറിട്ട് എടുക്കാമല്ലോ. തലയണ കവറുകൾ കുറേ ഇരിപ്പുണ്ട് കേട്ടോ വേറെ. അപ്പോൾ അതിട്ടിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ബെഡ് അത്യാവശ്യം വലിയൊരു ബെഡാണ് കേട്ടോ. 2-3 പേർക്ക്, 3-4 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ്. ഇത് നമ്മൾ നേരത്തെ പഴയ ബെഡാണ് നമ്മുടെ. പുതിയ ബെഡാണ് അപ്പുറത്തെ റൂമിൽ കിടക്കുന്നത്. അപ്പം ഇത് ഈ റൂമിലിട്ടത് കൊണ്ട് കട്ടിലിൻ്റെ അളവിനുള്ള ബെഡല്ല കേട്ടോ. വലിയ ബെഡായതുകൊണ്ട് കട്ടിൽ കവിഞ്ഞും കിടക്കുക. അപ്പോൾ അതിത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട് ആ ബെഡിന്. പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ച് എന്താ പറയുക, നമ്മുടെ തലയണയെല്ലാം വെച്ചു. ഞാൻ നീലൂട്ടന് ലൈറ്റ് കളറ് ബെഡ്ഷീറ്റുകളാണ് പരമാവധി ഞാൻ ഇടാൻ നോക്കുന്നത്. കാരണം എന്തെങ്കിലും പക്കികൾ, ചെറിയ ചെറിയ പക്കികൾ, ഉറുമ്പ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണണമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയായിരിക്കും, അവർ കുഞ്ഞുങ്ങളുടെ ബെഡിൽ എപ്പോഴും ലൈറ്റ് കളേഴ്സായിരിക്കും ഇടുന്നത്. അതിലെന്തെങ്കിലും കിടന്നാൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് കളറാണ്, ഇതിലെന്തോ കിടന്നാലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു ബെഡും കൂടി ഒതുക്കി പറക്കിയിട്ട് ഇത്രയും ആ റൂമിൽ നിന്ന് എടുത്ത് നനയ്ക്കാനുള്ള തുണികളും കൂടെ നനയ്ക്കാൻ കൊണ്ടിട്ടു. നീലൂട്ടനെ വാങ്ങിച്ച പുതിയ വീടും കൂടി കട്ടിലിലോട്ട് കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നങ്ങ് തുടച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ ഇപ്പുറത്തോട്ട് വരുമ്പം നമ്മുടെ തയ്യൽ മെഷീനാണെങ്കിൽ അതിൻ്റെ മുകളിൽ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2-3 ദിവസത്തെ പത്രപേപ്പറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ ഇന്നലെ വന്നപ്പോൾ സിറ്റൗട്ടിൽ കിടപ്പുണ്ടായിരുന്നേ. ഞങ്ങൾ 2-3 ദിവസം ഇല്ലായിരുന്നല്ലോ. പിന്നെ ഈ ഒരു തൂണ് ഇവിടെ നമ്മുടെ ഫോട്ടോസ് വയ്ക്കുന്ന ഇവിടെ അധികം ഞാനങ്ങനെ തുടയ്ക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നല്ല രീതിക്ക് പൊടി അഴുക്കും ഉണ്ടായിരുന്നു. തുടച്ചപ്പോൾ നല്ല രീതിക്ക് പൊടി പോകുന്നുണ്ടായിരുന്നു. അപ്പം നേരത്തെ തുടച്ചപ്പോഴൊന്നും ഞാൻ ഇവിടോട്ട് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇപ്പം അവിടെ എല്ലാം അങ്ങ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. കാരണം നീലൂട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. നീലൂട്ടൻ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയേക്കും കേട്ടോ. അവിടെ ഒരു കുഞ്ഞു മോനുണ്ട് കേട്ടോ. 3 വയസ്സ് ആവുന്നേ ഉള്ളൂ അവന്. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാനായിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ഇത്രയും നേരം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നേ. വീട്ടിലിരുന്നിരുന്ന് ഞാൻ ഇന്ന് ക്ലീനിങ്ങും കൂടെ ചെയ്യുന്നത് കൊണ്ട് അവനെ ഇന്ന് അംഗൻവാടിയിൽ വിട്ടില്ല കേട്ടോ. കാരണം ക്ലീൻ ചെയ്ത് 2:30 ആകുമ്പോൾ ക്ലീൻ ചെയ്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുളിക്കാനോ അവനെ വിളിക്കാനോ ഒന്നും പോകാൻ പറ്റത്തില്ല, അവനെ അംഗൻവാടി വിട്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ക്ലീനിങ് നടക്കത്തില്ല, എല്ലാം ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിട്ടില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ നേരത്തെ താമസിച്ചെടുത്തായിരുന്നെങ്കിൽ നീലൂട്ടനെ വിളിക്കാനായിട്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നടന്നങ്ങോട്ട് പോയാൽ മതിയായിരുന്നേ. അപ്പം നിൽക്കുന്ന കോലത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൽ പോകണം. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ബസ്സിന് പോയാലേ പറ്റത്തുള്ളൂ.
ബസ്സിന് പോയി അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് ബസ്സിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ബസ്സിൽ കയറി പോകുമ്പോൾ നമ്മൾ കുളിച്ച് ഇത്തിരി വൃത്തിയായിട്ടൊക്കെ പോകണ്ടേ, ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും എവിടെ നിന്നാണ് ഈ നാറ്റം വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുളിക്കാതെ അങ്ങനെ പോകാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിട്ടില്ല. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബെഡ്റൂം തൂത്തുമായിരുന്നു കേട്ടോ. ബെഡ്റൂമിൻ്റെ അടിയിൽ ഒരു പായ ഉണ്ടായിരുന്നു. ഈ കട്ടിലിൻ്റെ അടിയിൽ തൂക്കാനായിട്ട് ഭയങ്കര പാടാട്ടോ. ഈ ഒരു റൂം 2 റൂമും അത്യാവശ്യം ചെറിയ റൂമാട്ടോ, കുഞ്ഞു റൂമുകളാണ്. അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് അകത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. സ്റ്റാൻഡ് വെളിയിൽ വെച്ചിട്ട് എനിക്ക് തൂക്കാനും വാരാനും ഒക്കെ പറ്റൂ. സ്റ്റാൻഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൂക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ റൂം. അങ്ങനെ ബെഡ്റൂം 2ഉം തൂത്തിറക്കിയതിന് ശേഷം ഞാൻ സിറ്റൗട്ടിലോട്ട് പോയി. സിറ്റൗട്ടിൽ പോയപ്പം വണ്ടി രണ്ടും ഇല്ല. നമ്മുടെ വീടിൻ്റെ മുകളിൽ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയും നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ കാർ പോർച്ചിൽ തന്നെ വെക്കുന്നത്, നമ്മുടെ വണ്ടി ഇവിടെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ 2 വണ്ടി ഇല്ലാത്തത് കൊണ്ട് കാർ പോർച്ച് ഒന്ന് ജസ്റ്റ് തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിലെല്ലാം കൂടെ അങ്ങോട്ട് തൂത്തിറക്കിയിട്ട് അതെല്ലാം കൂടെ തൂത്തുവാരി കൊണ്ടുവന്ന് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാർ പോർച്ചും കൂടെ തൂത്തിറക്കി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചെടികൾ നടുക എന്നുള്ള സ്വപ്നം ഞാനിവിടെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ചെടി നടാനും ചെടി നടണമെങ്കിൽ നമുക്ക് മണ്ണ് വേണം. മണ്ണെടുക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഞാനത് തൽക്കാലത്തേന് കുറച്ച് നാളത്തേനൊന്ന് മാറ്റി വെച്ചേക്കുക. ചെടി എല്ലാം പട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ചീരയുണ്ട്. അപ്പോൾ ആ ചട്ടിയിലോട്ട് ചീര നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഉപകാരമുണ്ടല്ലോ, നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെടിച്ചട്ടികളെല്ലാം ഞാൻ കൊണ്ടുവന്ന് ബാക്കിലോട്ടാക്കി. ഒരു തുളസി തൈ ഉണ്ടായിരുന്നു, അത് നിർത്തിയിരിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് തനിയെ ഉണങ്ങി കരിഞ്ഞു പോയി കേട്ടോ. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, അത് തന്നെ ഉണങ്ങി കരിഞ്ഞങ്ങ് പോയി. അപ്പോൾ ചെടിച്ചട്ടികളെല്ലാം ബാക്കിൽ കൊണ്ടുവച്ചിട്ട് ഫ്രണ്ട് അങ്ങ് ക്ലീനാക്കി. ഇപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ, ചെടി ഇരിക്കാത്തത് കൊണ്ട്. ചെടി ഇരിക്കുമ്പോൾ അവിടെ മണ്ണും അതും ഇതുമൊക്കെ വീണിട്ട് കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റി ക്ലീനാക്കി. പിന്നെ ഹാളും കൂടി തൂത്ത് പ്ലാസ്റ്റിക് എല്ലാം വേറെ മാറ്റിയിട്ട് പൊടികൾ വേറെ എടുത്ത് തൂത്തുവാരി കൊണ്ടുവന്ന് കളഞ്ഞു. പിന്നെ നീലൂട്ടൻ്റെ ബെഡ്റൂമും കൂടെ തൂക്കുക കേട്ടോ. അത് രണ്ടും അങ്ങ് തൂത്തിറക്കി. ബെഡ്റൂമും കൂടെ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും അടുക്കളയും മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ അടുക്കള ഒന്നും ചെയ്യുന്നില്ല. അടുക്കള തൂത്ത് തുടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. പറക്കി ഒതുക്കലോ പൊടിയടിക്കലോ ഒന്നുമില്ല. കാരണം ഈ മാസം ഫസ്റ്റാണ് ഞാൻ എല്ലാം കബോർഡുകളും എല്ലാം ക്ലീനാക്കി നീറ്റാക്കി ഇട്ടത്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി ക്ലീനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ചെയ്തതുകൊണ്ട് അടുക്കള ഞാൻ തൂത്ത് തുടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നാളെ കുറേ അധികം തുണികൾ നനയ്ക്കാനും ഉണ്ട്. പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. നമ്മളുടെ വിഷുവിന് കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഫുള്ള് എല്ലാം എന്താ പറയുക, വീട് ഫുള്ള് ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ. കാരണം ഇനി നമുക്ക് സമയമില്ല, ദിവസങ്ങളില്ല. അതുകൊണ്ടാണ് മടി പിടിക്കാതെ ഈ ജില്ലെന്ന് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, കുറച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മടി പിടിച്ചിരിക്കും. ഇപ്പോൾ അതിനി പറ്റത്തില്ല, അതിനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ഈ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീലൂട്ടൻ്റെ സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓരോന്നിൻ്റെ അടിയിൽ ഓരോരോ കളിപ്പാട്ടങ്ങൾ കാണും. തൂക്കുമ്പോൾ അതെല്ലാം പുറത്തോട്ട് വരും. പിന്നെ വാഷ് ബേസിൻ്റെ അടിയിൽ കിടന്ന തുണിയും നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ചവിട്ടിയും എല്ലാം കഴുകാനായിട്ട് കൊണ്ടിട്ടു. അതെല്ലാം വെളിയിലോട്ട് കൊണ്ടിട്ടതേ ഉള്ളൂ. ഇന്ന് കഴുകുന്നില്ല, നാളെ കഴുകുന്നുള്ളൂ കേട്ടോ. ഇന്നത് കഴുകാനായിട്ട് നിന്നാൽ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ നാളത്തേക്കാക്കിയത്. വീഡിയോ എഡിറ്റ് ചെയ്യലും എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കലും അപ്ലോഡിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തുണി നാളെ കഴുകാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എഴുന്നേറ്റ് തുണി കഴുകി ഇട്ടിട്ട് ഷോപ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൂത്തുവാരിയെല്ലാം കഴിഞ്ഞ് തുടയ്ക്കാനായിട്ട് മോപ്പും വെള്ളവും എല്ലാം എടുത്തുകൊണ്ട് വന്നു. ലോഷൻ ഒഴിച്ചിട്ട്
ലോഷൻ ഒഴിക്കുമ്പം അത്യാവശ്യം അന്നേരം തുടയ്ക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു മണമേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ മണമൊക്കെ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു സമാധാനത്തിന് വേണ്ടി ലോഷനൊക്കെ ഒഴിച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ. സിറ്റൗട്ടിൽ നിന്ന് തുടച്ച് നേരെ ഹാളിലോട്ട് കയറി. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അഴുക്കും ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായില്ലേ നമ്മൾ ക്ലീനിങ് ചെയ്തിട്ട്. അപ്പം അവിടെ എല്ലാം തുടച്ചു. പിന്നെ ഇതാ നമ്മുടെ റൂമും കൂടി ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ ഇത്തിരി പാടായിരുന്നു കേട്ടോ. അങ്ങനെ തുടച്ച് വന്നപ്പോഴാണ് ഓർത്തത് നമ്മുടെ വാഷ് ബേസിൻ തേച്ച് കഴുകിയില്ല എന്നുള്ള കാര്യം. പിന്നെ ഓടി വന്നിട്ട് അതും കൂടി അങ്ങ് തേച്ച് കഴുകിയിട്ടു കേട്ടോ. ഞാൻ തേച്ച് കഴുകുന്നത് അവിടെ തന്നെ ഇരിക്കുന്ന ഹാൻഡ് വാഷ് ഒഴിച്ചിട്ടാണ്. ഹാൻഡ് വാഷ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബ്രഷ്. അപ്പോൾ അത് വെച്ചിട്ട് തേച്ചരച്ച് അങ്ങിടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. അതുകൊണ്ട് എളുപ്പമായി. അപ്പോൾ അതിനെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കഴുകിയൊക്കെ ഇടണമെന്നല്ലേ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകുമ്പോൾ ഒരു ഗ്ലേസിങ്ങും ഒരു മിനുക്കവും തിളക്കവും ഒക്കെ കിട്ടത്തില്ലേ നമ്മുടെ വാഷ് ബേസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തേച്ച് ഉരച്ച് അതും ഒന്ന് തേച്ച് കഴുകി ഇട്ടു. ഇനി തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ തറയും കൂടി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തന വിരസത ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയെന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവർക്കും വിഷു ഉണ്ടോ, ആഘോഷിക്കുന്നുണ്ടോ, ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം ആയി? നമ്മളിതാ ഒരുക്കങ്ങൾ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനി വിഷുവിൻ്റെ സാധനങ്ങൾ, കണിയൊരുക്കാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അതുമാത്രമേ ഉള്ളൂ. വീടെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കണിയൊരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കുറേ നേരമായല്ലേ നിങ്ങൾ ബോറടിച്ചിരുന്ന് കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ബോറടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്പീഡ് കുറയ്ക്കണം, ലെങ്ത്ത് കൂട്ടണം വീഡിയോയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും അത് അങ്ങനെ പോസിബിൾ ആവുമോ എന്ന് എനിക്കറിയത്തില്ല. കാണുന്ന എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ പറയണം, എങ്ങനെയുണ്ട് വീഡിയോ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി നമ്മളുടെ അടുത്ത വീഡിയോ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ, അതൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.